നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സംഭവം അല്ലേ, ദ എർത്ത് അല്ലെങ്കിൽ ദി എർത്ത്. അപ്പൊ ഇതില് ദ എർത്ത് ആണോ കറക്റ്റ് അല്ലെങ്കിൽ ദി എർത്ത് ആണോ കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ്? ദായും ദിയും നമ്മൾ പലപ്പോഴും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. രണ്ട് വാക്ക് എന്ന് പറഞ്ഞാൽ ഒരേ വാക്ക് തന്നെ രണ്ട് പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്, ദ അല്ലെങ്കിൽ ദി. അപ്പോ THE എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ രണ്ട് ടൈപ്പ് പ്രൊനൗൺസിയേഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വരിക എന്നുള്ളതാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ദ അല്ലെങ്കിൽ ദി വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദ ആണോ ദി ആണോ എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. വളരെ സിമ്പിൾ അല്ലേ? ഇത് അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കാണുന്നില്ല കേട്ടോ. അത് അറിയാത്ത തുടക്കക്കാരായുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എന്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ദി എൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ദി എൻഡ് അല്ലെങ്കിൽ ദ എൻഡ്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ്? അപ്പൊ നമ്മൾ ഇത് പറയുന്നത് ദി എൻഡ് എന്നാണ് പറയുന്നത്. അടുത്തത് ദ ആപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ദി ആപ്പിൾ. ഇതെങ്ങനെ വായിക്കാൻ പറ്റുക? THEAPPLE. അപ്പോ ഏത് സാഹചര്യങ്ങളിലാണ് ദി അല്ലെങ്കിൽ എന്നുള്ള ഒരു സൗണ്ട് നമ്മൾ വരുന്നത് ഈ ഒരു വാക്കിന്? അതായത് വവൽസ് യൂസ് ചെയ്യില്ലേ, AEIOU. ഈ AEIOU സൗണ്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് പറയും? ദി ആണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ, ദി ആപ്പിൾ. ഈ ദി കഴിഞ്ഞിട്ട് ആപ്പിൾ പറയുന്നതിന് നമ്മൾ സ്പേസ് ഒന്നും ഇടാൻ പാടില്ല. അത് രണ്ടും ഒരുമിച്ച് പറയണം. ഒരുമിച്ച് പറയുമ്പോൾ ഒരു വൈയുടെ സൗണ്ട് അതിന്റെ കൂടെ ആഡ് ആയി വരും. നോക്ക്, ദ ആപ്പിൾ എന്നല്ല പറയാ, ദി ആപ്പിൾ എന്നുമല്ല പറയാ. ദി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വൈയുടെ സൗണ്ട് അതിന്റെ കൂടെ ആഡ് ആവും. നമ്മൾ ഇംഗ്ലീഷുകാരൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ദി ആപ്പിൾ, ദി ആപ്പിൾ. അതായത് ദി ആപ്പിൾ നമ്മൾ മലയാളത്തിൽ ദി ആപ്പിൾ എന്ന് എഴുതി എങ്ങനെ ഉണ്ടോ അതേപോലെ ഇരിക്കും. ദി ആപ്പിൾ, ദി എൻഡ് ഒരു വൈ കയറി വരുന്നുണ്ട് അവിടെ അല്ലെ. അതായത് വവൽസിന്റെ കൂടെ THE യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ദി എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ദി യൂസ് ചെയ്യും. നമ്മൾ ദി കഴിഞ്ഞിട്ട് വവ്വൽ അടുത്ത വാക്ക് വരുന്നത് രണ്ടും ദിയും ആ വാക്കും കൂടി നമ്മൾ ഒരുമിച്ച് ജോയിന്റ് ചെയ്തിട്ടാണ് പറയുന്നതിന്റെ കൂടെ നമ്മളൊരു വൈ എന്നുള്ള ഒരു സൗണ്ട് കൂടി കയറി വരുന്നുണ്ട്. ദി എൻഡ്, ദി ആപ്പിൾ. ക്ലിയർ ആയില്ലേ? ദി എർത്ത്. ക്ലിയർ ആയില്ലേ? അല്ലാണ്ട് ദ ആപ്പിൾ, ദ എർത്ത്, ദ എൻഡ് അങ്ങനെയല്ല പറയാട്ടോ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത കുറച്ച് ഉദാഹരണം നോക്കാം. അപ്പൊ നമ്മൾ ദി എന്ന് പറയുന്ന സൗണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 3 റൂളാണ് വരുന്നത്. 3 റൂളൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് വവൽ സൗണ്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ AEIOU എന്നുള്ള സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദി എന്നാണ് പറയാ. അടുത്ത സംഭവം നമ്മൾ ഓർത്തിരിക്കേണ്ട എന്താണ്? ഇത് വവലും ഈ ദിയും നമ്മൾ ഒറ്റ ഫ്ലോയിൽ നമ്മൾ പറയണം. രണ്ടും തമ്മിൽ ദ ആപ്പിള് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ദി ആപ്പിൾ ഇത് രണ്ടും പറയും വേണം. ഇതിന്റെ ഇടയിൽ ഒരു വൈ സൗണ്ട് നമ്മൾക്കൊരു എന്താ പറയാ, നമ്മളൊരു ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്ന ഒരു ടച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ദി ആപ്പിൾ, ദി എൻഡ് ഒരു വൈ സൗണ്ടും കൂടി അതിന്റെ കൂടെ ചേർന്ന് വരണം. ഇതൊക്കെ നമുക്ക് തുടക്കത്തിൽ പറഞ്ഞു പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് ജിമ്മിന് പോകുന്ന സമയത്ത് നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഉപയോഗിക്കാത്ത മസിൽസ് അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു ടൈപ്പിലൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ മുഖത്തിന് കുറച്ച് സ്ട്രെയിൻ ഉള്ളതായിട്ടൊക്കെ തോന്നും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് സംഭവിക്കാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ദി ആപ്പിൾ, ദി എൻഡ്. ക്ലിയർ ആയില്ലേ? ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വായിക്കാം. ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ ഫിലിം. അതായത് ഇപ്പൊ നോക്ക്, ദിസ് ഈസ് ദ എൻഡ് എന്നല്ല നമ്മൾ പറയുന്നത്, ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ ഫിലിം. അതായത് ഇവിടെ എൻഡ് എന്നുള്ള വാക്ക് ഇ എന്ന് പറയുന്ന സൗണ്ട് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ദി ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി എൻഡ്, ദി എൻഡ് എന്നല്ല പറയുന്നത്, ദിസ് ഈസ് ദി എൻഡ് ഓഫ്. അടുത്തത് വവൽസിൽ പെട്ടതല്ല, ഫിലിം എന്നുള്ള വാക്ക് നമ്മൾ വവൽസിൽ പെട്ടതല്ല അല്ലെ. അപ്പൊ എന്ത് പറയും? ഓഫ് ദ ഫിലിം, ദി അല്ല വരുന്നത്. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ വായിക്കാം? ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ ഫിലിം, ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ ഫിലിം. ക്ലിയർ ആയില്ലേ? ഒരു സെന്റൻസിൽ തന്നെ രണ്ട് ദിയും ദായും വരുന്നുണ്ട്. ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ ഫിലിം. ക്ലിയർ ആയില്ലേ? ദ ട്രാഫിക് ഈസ് ടെറിബിൾ ഇൻ ദി ആഫ്റ്റർനൂൺ. ഫസ്റ്റത്തെ എന്ത് വന്നു? ദ എന്ന് വന്നു. ദ ട്രാഫിക്, ബിക്കോസ് ടി നമ്മൾ വവൽസിൽ പെട്ട സൗണ്ട് അല്ല, അതുകൊണ്ട് ദ ട്രാഫിക് ഈസ് ടെറിബിൾ ഇൻ. ആഫ്റ്റർനൂണിന്റെ എ സൗണ്ട് വരുന്നതുകൊണ്ട് നമുക്കത് വവൽസിൽ പെട്ടാണ്. ഇൻ ദി ആഫ്റ്റർനൂൺ, ദ ട്രാഫിക് ഈസ് ടെറിബിൾ ഇൻ ദി ആഫ്റ്റർനൂൺ. ദി ആഫ്റ്റർനൂൺ കണ്ടില്ലേ? ദി കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇല്ല, അതിന്റെ ഇടയിൽ ഒരു ചെറിയ വൈഡ് സൗണ്ട്, ഒരു ഷോർട്ട് വൈഡ് സൗണ്ടും കയറി വരുന്നുണ്ട്. ദ ട്രാഫിക് ഈസ് ടെറിബിൾ ഇൻ ദി ആഫ്റ്റർനൂൺ. ക്ലിയർ ആയില്ലേ? അടുത്ത സെന്റൻസ്, the employees are at the meeting. The employees are at the meeting.
അതായത് എംപ്ലോയീസ് എന്നുള്ള അതിന്റെ ഒരു വവൽ സൗണ്ട് വരുന്നുണ്ട്. ദി എംപ്ലോയീസ് ആർ അറ്റ് ദ മീറ്റിംഗ്. മീറ്റിംഗിൽ എം വവൽ അല്ലാത്തതുകൊണ്ട് ദ മീറ്റിംഗ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മളൊരു സെന്റൻസിൽ ദായും ദിയും നമ്മൾ എപ്പോഴാണ് മാറി മാറി പറയേണ്ടതെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഒരു സെന്റൻസ് കൂടി നോക്കാം കേട്ടോ. യു ആർ ദി ഓൺലി പേഴ്സൺ ഹു നോസ് ദ ട്രൂത്ത്. യു ആർ ദി ഓൺലി പേഴ്സൺ. ദി ഓൺലി മനസ്സിലായില്ലേ? യു ആർ ദി ഓൺലി പേഴ്സൺ ഹു നോസ് ദ ട്രൂത്ത്. ദി ട്രൂത്ത് അല്ല, ദ ട്രൂത്ത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ ഓ വരുന്നത് കൊണ്ട് നമ്മൾ ദി ഓൺലി പേഴ്സൺ. ദി ഓൺലി ആണല്ലേ? ദി വന്നു, ഒരു വൈ ചെറുത് വന്നു, ഓൺലി വന്നു. ദി ഓൺലി പേഴ്സൺ ഹു നോസ് ദ ട്രൂത്ത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ദി വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ദ വരുന്നത് നമുക്കിപ്പോ ഒരു ഐഡിയ കിട്ടി. നമുക്കിനി ഒരു അഡീഷണൽ ബോണസ് പോലെ നമുക്ക് ഒരു സെന്റൻസ് കൂടി നോക്കിയാലോ. ഐ ഡോണ്ട് ഹാവ് ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് ഹാവ് ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഈ ആൻസറിന്റെ ഇത് വവ്വല് തുടങ്ങുന്നതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് ദി ആൻസർ. ദി ആൻസർ ഫോർ ഐ ഡോണ്ട് ഹാവ് ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ദ അല്ലെങ്കിൽ ദി യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ വവ്വൽസിന്റെ സൗണ്ട് വരുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദി എന്ന് വെച്ചിട്ട് വരണം, ജോയിൻ ചെയ്യണം, ഒരു ചെറിയ വൈയുടെ സൗണ്ട് ആഡ് ചെയ്യണം. ദി ആപ്പിൾ, ദി ആൻസർ, അല്ലെങ്കിൽ അടുത്ത് നോക്കുകയാണെങ്കിൽ ദ ക്വസ്റ്റ്യൻ, ദ ട്രാഫിക്. മനസ്സിലായില്ലേ? അപ്പോ ദിയും ദായും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വെക്കേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു വവ്വൽ വെച്ചിട്ട് ദി വരുന്ന സൗണ്ട് വരുന്ന ഒരു വവ്വൽ വെച്ചിട്ടുള്ള ഒരു സെന്റൻസും ദാ വെച്ചിട്ടുള്ള ഒരു സെന്റൻസും നിങ്ങൾ മനസ്സിലായവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കമന്റിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.